അങ്ങനെ കാത്തിരുന്ന് നിർണായകമായ യോഗം അശ്വതി ആമുഖത്ത് പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സമീപകാലത്ത് ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴി കേട്ട ഒരു വകുപ്പ് കൂടിയാണ് ആഭ്യന്തര വകുപ്പ്. ADM നവീൻ ബാബുവിന്റെ മരണമുണ്ട്, ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനമുണ്ട്, കസ്റ്റഡി മരണങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി നിലപാടുകൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് പ്രശാന്ത് തന്നെ ഉണ്ട്, പ്രശാന്തിനോട് ചോദിച്ചാലോ? പ്രശാന്ത്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്നാണ് പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എപ്പോഴാണ് യോഗം? എന്തായിരിക്കും പ്രധാനപ്പെട്ട അജണ്ടകൾ? ഗുഡ് മോർണിംഗ് ശ്യാം, അശ്വതി. രാവിലെ 10 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ചിലപ്പോൾ അതിൽ മാറ്റം വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആദ്യ യോഗമാണ്. നിർണായക യോഗം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ കാലയളവിൽ 10 കാലയളവിൽ ഈ പോലീസിൻ്റെ വേട്ടയാടൽ ഒരുപാട് ഈ UDF സർക്കാരിലെ അല്ലെങ്കിൽ UDFലെ മറ്റ് നേതാക്കൾക്കടക്കം ഇരയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് ഏറ്റവും വലിയത് എടുത്തു പറയേണ്ടത് ഈ പോലീസിനെ തന്നെ ആഭ്യന്തരമന്ത്രി അന്ന് മുഖ്യമന്ത്രി തന്നെയായിരുന്നു, പിണറായി വിജയൻ തന്നെയായിരുന്നു. പോലീസിനെ ഒരു കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന ഒരു സംവിധാനം പോലെയായിരുന്നു. ആരെയും തല്ലാം, എന്തും ചെയ്യാവുന്ന നിലയിലേക്ക് നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഗൺമാൻ തന്നെ ഇറങ്ങി മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വരുന്നത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഇടത് ഭരണത്തിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം നടക്കുന്ന നിർണായക പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ്. പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ SP റാങ്കിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ അഡീഷണൽ ഹോം സെക്രട്ടറി ബിശ്വാസ് സിൻഹ, ആഭ്യന്തര ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കും. നിർണായകമായ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗത്തിൽ ചർച്ചയാകും എന്നതടക്കമുള്ള വിവരങ്ങളും ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുണ്ടായിട്ട് സംഭവങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, അതോടൊപ്പം തന്നെ ഗൺമാൻ ഇറങ്ങി മർദ്ദിച്ച സംഭവം, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അഴിമതികൾ, ക്രമക്കേടുകൾ, അങ്ങനെ ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ചർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ തുടർന്ന് ഇനി ഈ സർക്കാരിൻ്റെ കാലത്ത് തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നതടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം എന്തായാലും ഇന്ന് ഈ ഉന്നത തല യോഗത്തിൽ ചർച്ചയാകുകയും ചെയ്യും. മാത്രമല്ല നമുക്കറിയാം, നേരത്തെ പല പോലീസ് കേസുകളടക്കം ഈ കോൺഗ്രസ് UDF പ്രവർത്തകർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം നിലവിൽ ഈ ചർച്ചയാകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യോഗം നിർണായകമായിരിക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ നേതൃത്വത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുന്നത്. മറ്റു നിരവധി കേസുകൾ നിലവിൽ പെൻഡിങ്ങിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം കേസുകളിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമല അടക്കമുള്ള വിഷയത്തിലെ സ്വർണ്ണക്കവർച്ച അടക്കമുള്ള കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആ അന്വേഷണം നിലച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ എന്ത് നടപടികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് ആഭ്യന്തരമന്ത്രി ചുമതലയേറ്റതിനു ശേഷം ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും ഏവരും ഉറ്റുനോക്കുന്നത്. നിർണായക യോഗം ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു നിർണായക യോഗം തന്നെയായിരിക്കും ഇന്ന് ചേരുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ തുടരുക. അല്പസമയത്തിനകം ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കും. പോലീസ് എമാന്മാരെ നിലയ്ക്ക് നിർത്താൻ ചെന്നിത്തലയ്ക്കെങ്കിലും കഴിയുമോ എന്നൊക്കെയാണ് കണ്ടറിയണത്. കാരണം കഴിഞ്ഞ ദിവസം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അടിയന്തര റിപ്പോർട്ട് തന്റെ മേശപ്പുറത്ത് എത്തിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ചില പ്രതികാര നടപടികൾ കൂടി നടക്കുന്നുണ്ട്. അതായത് UDF കോൺഗ്രസ് അനുകൂല ഉദ്യോഗസ്ഥരെ പലയിടങ്ങളിലും തിരികെ കയറ്റാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. അല്ല, എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ വെപ്പണാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും പകരം ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ പ്രബുദ്ധമായ ഒരു സമൂഹത്തിന് അത് എത്രത്തോളം യോജിക്കുമെന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽപ്പുണ്ട്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പക വീട്ടുക എന്ന് മാത്രമാകുമ്പോൾ നാടിന് എന്ത് പുരോഗതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചില നീതി കിട്ടേണ്ട ചില കേസുകളുണ്ട്, അത് നീതി കിട്ടിയേ മതിയാവും. പ്രതികാരം തീർക്കാനല്ലല്ലോ നമ്മളൊക്കെ ഈ ചൂണ്ടുവിരലിൽ മഷി പുരട്ടി ഇവരെ അങ്ങോട്ട് കയറ്റി വിട്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്.